Yes, fish on, fish on, fish on, fish on. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോൺസോക്സ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടുത്തെ ഇലക്ട്രിക്കലിൻ്റെ വർക്കുകൾക്ക് വേണ്ടിയിട്ട് സ്റ്റേവിൻ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഏകദേശം പണികൾ മീൻസ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള വയറിടൽ കാര്യങ്ങളൊക്കെ, വയറിടലിൻ്റെ പൈപ്പിടൽ കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ 2 ദിവസത്തെ ഗ്യാപ്പ് നമ്മൾ എടുക്കണം. ചെറിയൊരു ഗ്യാപ്പിൽ നമ്മളൊരു ചെറിയ അൾട്രാലൈറ്റ് ഫിഷിങ്ങിനായിട്ട് അന്ധകാരനാഴി വരെ ഒന്ന് പോവാണ്. ചെറിയ ടാക്കിൾസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ അതുമായിട്ട് നമ്മൾ നേരെ അന്ധകാരനാഴി പോയിട്ട് ചെറിയ മീനുകളെ കിട്ടുമോ നോക്കാം. കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സുട്ട് തന്നെ അല്ലേ, സുട്ടടിക്കാം. സുട്ടടിക്കാം. അപ്പൊ അതൊന്ന് നോക്കാം. പിന്നെ പോകുന്ന വഴിയിൽ ചെല്ലാനത്ത് ഹമ്മൂറൊക്കെ അടിക്കണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് അവിടെ ഒന്ന് നോക്കാം, ആർക്കെങ്കിലും ഒക്കെ മീൻ അടിക്കണ്ടോ എന്ന് നോക്കാം. ടാക്കിൾസ് നമ്മുടെ കയ്യിൽ കുറവാണ്, ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താണെങ്കിലും അവിടെ ചെറുമീനുകൾ കിട്ടുമോ നോക്കാം. ഓക്കെ, ലെറ്റ് us see. എങ്ങനെ ലാസ്റ്റ് അടിച്ചല്ലേ? പൊക്കി വേളിയിട്ട് എത്തിക്കോ. അങ്ങോട്ട് കയറ്റിട്ട് വീട്ടിൽ അങ്ങോട്ട് പോരും. ഞാൻ ആറ് പോയിരുന്നു, വീട്ടിൽ പോയി വീട്ടിൽ പോയാ Yes, fish on, fish on, fish on, fish on. ഞാൻ തന്നെ അതേ ഫിംഗർ മാർക്ക് കൊച്ചു ഫിംഗർ മാർക്ക്. ഈ കാസിൽ മീൻ പിടിക്കുന്നതാണ് പറയുന്നത്. ഫിംഗർ മാർക്കിന്റെ കളിയാണല്ലോ അവിടെ. സ്ട്രൈക്കാണോ ചേട്ടാ? മറന്നു മാർക്കണം. ഫിഷ് ഓൺ. പോവുകയും ചെയ്തു, അടിപൊളി.
വാ വാ അടിപൊളി അടിപൊളി. നമുക്കൊരു മീൻ അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. അത് ഒരു അപൂർവ ഇനം മീനാണ്. അപൂർവമല്ല, അവിടെയൊക്കെ കിട്ടാറുണ്ടെന്ന് പറയുന്നുണ്ട്. ട്രിഗർ ഫിഷ് എന്നോ അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്. എന്താണെങ്കിലും കാണാൻ ഭയങ്കര രസമുണ്ട്. അതിന്റെ ആ ഫിൻസിന്റെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റിയാണ്. കണ്ടോ അതിന്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ. ഒരു പാരറ്റ് ഫിഷ് ആണെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പാരറ്റ് ഫിഷ് അല്ല അത് ട്രിഗർ ഫിഷ് എന്നാണ് കാണിക്കുന്നത്. അതിന്റെ ഒരു ഫിന്നും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. എന്താണെങ്കിലും അതിനെ കാണാൻ രസമാണ്. എന്തായാലും ഞങ്ങൾക്കൊരു റെയർ ക്യാച്ച് ആയിരുന്നു അത്. അപ്പൊ അങ്ങനെ പിടിച്ചു വന്ന കൂട്ടത്തിൽ ഇത് ലൈവ് തീറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ, ലൈവ് അല്ല മീൻസ് ചെമ്മീനിൽ അടിച്ച മീനാണ്. അതിന്റെ കളറും കാര്യങ്ങളൊക്കെ ആയി വരുന്നുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് കാണാം, അതിന്റെ കളർ കാണാം, ബ്ലൂ കളറും ഷെയ്ഡ്സും. അൻവർ ആ മീനെ റിലീസ് ചെയ്തേക്കോട്ടോ. ഓക്കെ. ഫിംഗർ മാർക്ക്. അടിപൊളി. വറ്റയോ എന്നാളാവേ വറ്റ വറ്റ. കഥം കഥം. ചെറിയൊരു കതിരാൻ, ചെറിയ ചെമ്മീനിലാട്ടോ അടിച്ചാണ്. ചെറിയ കതിരാന്റെ കുഞ്ഞ്. എന്നെ ഭംഗിയാണ്. അയ്യോ ഭംഗിയുടെ അല്ല, അതിന്റെ വലുതായാലും ഭംഗിയാണ്. പക്ഷെ ഇതിന്റെ ഒരു വയലറ്റ് ഷെയ്ഡാ ശരിക്കും. ഇത് അൻവറിന് അടുത്ത മീൻ. ഓ എന്താ ഫൈറ്റ്. എന്തെങ്കിലും ഉടക്കോടാ. മൊത്തം ഫിംഗർ മാർക്ക്. ലിറ്റിൽ ജാക്കിന്റെ മൈക്രോ ജാക്കിൽ നമുക്കൊരു വറ്റനും കിട്ടിയിട്ടുണ്ട്. ചെറിയ വറ്റ കുഞ്ഞ്. നമുക്ക് സന്ധ്യാപത്തിലും വേറൊരു മീൻ അടിച്ചിട്ടുണ്ട്. എന്താണ് വെളപ്പാരയാണോ എന്ത് മീനാണെന്ന് മനസ്സിലാവുന്നില്ല. വലിയ ഫിന്നും അതിന്റെ ഫിന്നൊക്കെ ഉണ്ട്. ഭയങ്കര ഇതൊക്കെയാണ് അടിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ കേട്ടോ. നോക്ക്, മറ്റേ സോൾട്ട് സ്റ്റേജിൽ, അബുഗ്രാഷിയുടെ സോൾട്ട് സ്റ്റേജിൽ അടിച്ചിരിക്കുന്നത്. മൈക്രോ ജിക്ക്. അടിക്കണില്ല. മീനുണ്ട്. ഇത് നന്ദൻ. വാഹ്, ഇത്രയും വലിയ മീനിനെ ആരും പിടിച്ചിട്ടുണ്ടാവില്ലടാ. ഇതാണ് അൾട്രാലൈറ്റ്. വാഹ്, ഫാൾസൂക്ക് അല്ല കേട്ടോ, ശരിക്കും സ്ട്രൈക്ക് ചെയ്തേക്കണ അവൻ. അല്ലേ, കറക്റ്റ് വായില. ഒരു 1.5-2 ഗ്രാം ജിഗ് സൾട്ട് സ്റ്റേജ് അതിലടിച്ചേക്കണേ. എന്റേത് ഏയ് ആന്നാ എനിക്ക് തോന്നണം. പൂളോനോ അല്ല, മറ്റേ ഇത് കതിരാനോ തോന്നുന്നു. അത് പൊക്കിയെടുക്കുക, കളയല്ലേ. അൾട്രാലൈറ്റിൽ ഇതിന് നല്ലൊരു മീൻ അടിക്കാനില്ല കേട്ടോ. അമ്മാതിരി ഫൈറ്റാണ്. വെട്ടൻ, അതായത് ഒറത്തൽ, വെട്ടൻ എന്നൊക്കെ പല രീതി പറയാറുണ്ട്. ഇതിനെന്തോ നമ്മുടെ ഇവിടെ ഒരു ഷെയ്ഡിനൊരു വ്യത്യാസമൊക്കെ കാണുന്നുണ്ട്. വാലിലൊരു കളറും ഒരു യെല്ലോ ഷെയ്ഡ് കാണുന്നുണ്ട്. എന്താണെങ്കിലും കയറി വന്ന ജിഗ് 2 ഗ്രാം സോൾട്ടി സ്റ്റേജിലാണ്. അബുഗ്രാഷിയുടെ സോൾട്ടി സ്റ്റേജ് മൈക്രോ ജിഗിലാണ് കയറി വന്നത്. എങ്ങനെയുണ്ട് ഫൈറ്റ്? എങ്ങനെയുണ്ടായിരുന്നു? ഫിഷ് ഓൺ ഫിഷ് ഓൺ. തീർ ഫൈറ്റാണല്ലോ. അത് തന്നെ, കീലിക്കോര തന്നെ ആയിരിക്കും. കീലിക്കോര ഹെവി.
ഇവന് മുള്ളുണ്ട്, അതാ പ്രശ്നം. കൈ കീറി കളയും. സോൾട്ട് സ്റ്റേജ് സംഭവം കേട്ടോ ഈ കാര്യത്തിന്. കൊള്ളാം. ഇപ്പൊ എൽദോസേട്ടൻ എന്തൊരു മീൻ അടിച്ചിട്ടുണ്ടോ? ഫിംഗർ മാർക്ക്. അടിപൊളി വലിപ്പമുണ്ടല്ലേ? ഇപ്പൊ കിട്ടിയില്ല, ചേട്ടൻ വലിപ്പമുണ്ട്. അമ്പോ അടിപൊളി. എന്നെ കളറാ, എന്നെ ഭംഗിയല്ലേ കളാൻ. അയ്യോ. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ചെല്ലാനത്തുനിന്നും അതേപോലെ അന്ധകാരണയിൽ നിന്നൊക്കെ പിടിച്ച പൊടിമീനുകളെല്ലാം നേരെ ഫ്രീസ് ചെയ്ത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ നമ്മൾ ഈ മലയുടെ മുകളിൽ ഇതിനൊന്ന് ഫ്രൈ ചെയ്ത് നമുക്കൊന്ന് ഉദ്ഘാടനം നടത്തി കളയാം. നമ്മൾ നേരത്തെ ഒന്ന് ഇവിടെ ചെയ്തിരുന്നു, എന്നാലും മീനിനെ പിടിച്ച് നമ്മളിവിടെ കൊണ്ടുവന്നത് ഫസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അതിനെ പിടിച്ച് ഫ്രൈ ചെയ്ത് റെഡിയാക്കാണ്. ഓക്കെ, ഇവിടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്, കിണറ്റിൽ നിന്ന് തന്നെയാണ്. കിണറ്റിൽ നിന്ന് ഉറവായിട്ട് വരുന്ന വെള്ളം അതിനകത്തേക്ക് നമ്മൾ ചാടിച്ച് അങ്ങനെ എടുക്കുന്നതാണ്. ഫ്രഷ് വെള്ളം, ഇതിലും ഫ്രഷ് ആയിട്ട് കഴുകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഫിഷെല്ലാം മാരിനേറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഇത് ഉള്ള സെറ്റപ്പിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് പ്രാഞ്ചലിനെ അങ്ങോട്ട് വയ്ക്കാം. വാ, എന്തൊക്കെയോ പൊടിമീനുകൾ. അപ്പോൾ നമ്മളങ്ങനെ മീനിനെ ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുവാണ്. നമ്മൾ വീടിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ, ഒന്നും ആയിട്ടില്ല. സ്റ്റെവിൻ്റെ നേതൃത്വത്തിലാണ് എല്ലാം നടക്കുന്നത്. ഇലക്ട്രിക്കൽ വർക്ക് ഇനിയിപ്പോൾ ഒരു 3-4 ദിവസം അതിൻ്റെ പണികളായിരിക്കും. ഇപ്പം അതിൻ്റെ പൊടിയും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉള്ളത് ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് കിച്ചണിൽ ജസ്റ്റ് നമ്മുടെ പിടിച്ചുകൊണ്ട് വന്ന പൊടിമീനുകളെ വറക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പിടിച്ച മീനൊക്കെ കൂടി നമ്മുടെ ഇന്നത്തെ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല മഴയൊക്കെ ഉണ്ട്, ക്ലൈമറ്റ് കൊള്ളാം. ഇതിന്റെ പണിയൊക്കെ തീർന്നായിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഉള്ള സെറ്റപ്പിൽ അങ്ങനെ ആഘോഷമാക്കാം അല്ലേ, ഓണം പോലെ. ഫസ്റ്റ് നമുക്ക് ഒരു ഇത്തിരി മീനും കൂട്ടിയിട്ട് ഒരു പിടി ചോറൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളി. അങ്ങനെ നമ്മുടെ ചെല്ലാനത്തെ മീൻ ഇവിടെ എത്തിച്ചു. ചെല്ലാനും മീൻ നമ്മുടെ ഇവിടെ എത്തിച്ചു. അൻവറിന്റെ മുട്ടപ്പൊരിയിലും കൊള്ളാട്ടോ. അത് അന്നൂർ സ്പെഷ്യൽ അല്ലേ അത്? അടിപൊളി. എന്തൊക്കെ മീനാന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല, കുറെ കുഞ്ഞു മീനുകൾ. വാ, നല്ല മഴയും മഴ കൂടി. മീൻ ചോറും രസമാ. മീൻ ഓൾറെഡി മീൻ മാത്രമായിട്ട് കഴിച്ചായിരുന്നു, പറയണ്ടല്ലോ, അടിപൊളിയായിരുന്നു. ചോറിന്റെ ഒപ്പം വേണം അത്. പറയേണ്ട കാര്യമുണ്ടോ? ഇരിക്കുന്ന കഴിക്കാം. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. സൂപ്പർ. ഭക്ഷണം കഴിക്കാൻ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നലത്തെ പരിപാടികൾ, കുക്കിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചു, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് ഇന്നലെ മീൻ കഴുകുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതാണ് നമ്മുടെ ശരിക്കും ഒരു സ്പ്രിംഗ് വാട്ടർ തന്നെയാണിത്. അങ്ങനെ വന്ന് ഇതങ്ങനെ പോകുന്നു. ഇവിടെ നമ്മളൊരു പടുതാക്കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ താഴേക്കാണ് വെള്ളവും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള നല്ല നല്ല വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. നമ്മുടെ ഒരു കിച്ചണായിട്ട് നമ്മളാണ് ഈ ഒരു സ്പേസ് ഉദ്ദേശിക്കുക. അപ്പോൾ തൽക്കാലം മോൺസ്റ്റോക്സ് സൈനിങ് ഓഫ്. ബൈ.